നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. സംസ്ഥാനത്തെ ഡോക്ടർമാർ നാളെ പണിമുടക്കും. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ഞായറാഴ്ച രാവിലെ 6 മണി വരെയാണ് പണിമുടക്ക്. കൊൽക്കത്തയിൽ യുവവനിത ഡോക്ടർ കൊല ചെയ്യപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം തേടി ജില്ലാ കളക്ടർ ഉന്നത യോഗം വിളിച്ചു. യോഗത്തിൽ വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തത്തെ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. CPM പെയിൻ ആൻഡ് പാലിയേറ്റീവ് രംഗത്ത് ശ്രദ്ധയൂന്നുന്നു. മാളയിൽ തെരഞ്ഞെടുക്കപ്പെട്ട സന്നദ്ധ വളണ്ടിയർമാർക്ക് ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വെള്ളാങ്കല്ലൂർ, ആളൂർ, പുത്തൻചിറ, മാള, അന്നമനട, കുഴൂർ, പൊയ്യ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുമാണ് സന്നദ്ധ വളണ്ടിയർമാർ പരിശീലനത്തിന് പങ്കെടുത്തത്. ഓട്ടോറിക്ഷയിൽ കാറിടിച്ച് ഓട്ടോ ഡ്രൈവർ അടക്കം 3 പേർക്ക് പരിക്ക്. സ്വാതന്ത്ര്യദിനത്തിൽ മുനമ്പത്താണ് അപകടമുണ്ടായത്. ഓട്ടോ ഡ്രൈവർ മുനമ്പം വലിയ പറമ്പിൽ മണി, മകൾ അനാമിക, സഹോദരൻ ആലങ്ങാട് സ്വദേശി വേലായുധൻ എന്നിവർക്കാണ് പരിക്കുള്ളത്. മാള ഗുരുതിപ്പാലയിൽ വിദ്യാർത്ഥിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. പഴൂക്കര സ്വദേശി പയ്യാക്കൽ മുത്തുമകൻ അക്ഷയ് കൃഷ്ണയെ ഇന്നലെ വൈകിട്ട് 4:30 കൂടി ഗുരുതിപ്പാലയിലെ വാടക വീട്ടിലെ ചായ്പിന് മുകളിൽ പട്ടികയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയിൽ KSRTCയിൽ പ്രതിഷേധം ശക്തം. മാളയിൽ KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ പ്രതിഷേധ സമരം നടത്തി. ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളത്. കയ്പമംഗലം പെരുന്തോട് വലിയ തോടിന്റെ അടിയന്തര ശുചീകരണം ആരംഭിച്ചു. 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് പെരുന്തോട് വലിയ തോട് ശുചീകരണം വീണ്ടും ആരംഭിച്ചത്. ശുചീകരണ പ്രവൃത്തികൾ നടന്ന മേഖലകൾ ET ടൈസൺ MLA സന്ദർശിച്ചു. വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവർത്തന സജ്ജമാക്കിയ വിള ആരോഗ്യ കേന്ദ്രത്തിന്റെയും ബയോ ഫാർമസിയുടെയും ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ഉദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി പരിയാരം സെന്റ് ജോർജ് ദേവാലയത്തിൽ കർഷക സംഗമവും കർഷക അവാർഡ് ദാനവും നടത്തി. ഇരിഞ്ഞാലക്കുട രൂപത കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആതിഥേയത്വത്തിൽ സംഘടിപ്പിച്ച കർഷക സംഗമം ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കശുമാവ് കൃഷി വികസന ഏജൻസിയുടെ സഹായത്തോടെ പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി കശുമാവ് തൈ വിതരണം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TK ഉണ്ണികൃഷ്ണൻ തൈ വിതരണ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് മുൻ പ്രസിഡന്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.